നടുറോഡിലെ മേയർ KSRTC ഡ്രൈവർ പോരിൽ നാടകീയ വഴിത്തിരിവ്. KSRTC ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചില്ല. ഡിപ്പോയിലെ മറ്റു ബസ്സുകളിൽ മെമ്മറി കാർഡ് ഉണ്ട്. തർക്കം നടന്ന ബസ്സിലെ മെമ്മറി കാർഡ് മനഃപൂർവ്വം എടുത്തു മാറ്റിയെന്നാണ് പോലീസ് നിഗമനം. ബസ്സിൽ ഫോറൻസിക് പരിശോധന നടത്തും. സംഭവത്തിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. മെമ്മറി കാർഡ് എടുത്തു മാറ്റിയെന്ന് സംശയിക്കുന്നതായി ഡ്രൈവർ യദു 24-നോട് പറഞ്ഞു. മെമ്മറി കാർഡ് അത് എനിക്കറിയത്തില്ല, അതിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂവും കാര്യങ്ങളും അറിഞ്ഞിട, പക്ഷേ റെക്കോർഡിംഗ് ആയിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. റെക്കോർഡിംഗ് ആയിരുന്നു. ഞാൻ ബാക്കൊക്കെ എടുക്കുമ്പോൾ റിവേഴ്സൊക്കെ എടുക്കുമ്പോൾ ഞാൻ ആ സ്ക്രീനിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് റെക്കോർഡിംഗ് ആയിരുന്നു. പിന്നെ ചാത്തൻ സേവ ഉണ്ടോയെന്ന് അറിയത്തില്ല, വണ്ടിക്കകത്ത് ചാത്തൻ സേവ പെട്ടെന്ന് CMD ഓഫീസിലോട്ട് പോകുന്നുണ്ടെന്ന് അത് അവർക്കല്ലേ തെളിയിക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്കല്ലേ തെളിയിക്കേണ്ടത്. ഇപ്പം എൻ്റെ ഭാഗത്താണ് എല്ലാ ന്യായങ്ങളും ഉള്ളത്. എടുത്തു മാറ്റിയെന്ന് തോന്നുന്നുണ്ട്. അതിപ്പം ഭരണ പാർട്ടിയുടെ ആളല്ലേ അവര്, ഈ മാഡം എന്ന് പറയുന്ന ആള്. അതുകൊണ്ട് നമ്മളെ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്ത് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസും ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളും ഇല്ല. അതുകൊണ്ടാണ് അവർ ഇതൊക്കെ കിടന്ന് ഉരുളുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ എടുത്ത് മാറ്റി ആ പയ്യൻ്റെ അകത്ത് നിന്ന പയ്യൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു, കറക്റ്റ് MLA അകത്ത് കയറുന്ന വീഡിയോ ഉണ്ടായിരുന്നു. അതുവരെ ഡിലീറ്റ് ചെയ്തത് അവരുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടല്ലേ. AV ജയശങ്കർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കുമ്പോഴും യാഥാർത്ഥ്യം മനസ്സിലാകണമെങ്കിൽ ഇനി മുന്നിലുള്ള ഏക പോം വഴി ആ ക്യാമറ ദൃശ്യങ്ങൾ എന്നായിരുന്നു ഇന്നലെ യദു പറഞ്ഞത്. ഒപ്പം അതിനെ പ്രതീക്ഷ വെച്ചുകൊണ്ടായിരുന്നു അന്വേഷണവും പോയത്. ഈ ഘട്ടത്തിൽ ആരാണിത് എടുത്തു മാറ്റിയത്? മേയർക്കാണെങ്കിൽ മേയറുടെ വാദങ്ങളെ സാധൂകരിക്കാനുള്ള തെളിവ് കൂടിയായിരുന്നില്ലേ ഈ ദൃശ്യങ്ങൾ? അതായത് ഗോകുൽ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമാണ് ഈ CCTV ദൃശ്യങ്ങൾ, ഈ ബസ്സിനുള്ളിലെ ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങൾ ലഭിക്കുന്നതോടുകൂടി യാത്രക്കാരെ ഇറക്കിവിട്ടത് യദു ആണെന്ന ആരോപണമുണ്ട്. പക്ഷേ യദു നേരെ തിരിച്ചാണ് പറയുന്നത്. സച്ചിൻ ദേവ് MLA ആണ് യാത്രക്കാരെ ഇറക്കിവിട്ടെന്ന് യദുവും പറയുന്നു. ഈ വിഷയത്തിലെല്ലാം കൃത്യത വരും. ഒപ്പം മേയറുടെ വാഹനം KSRTC ബസ്സിൻ്റെ കുറുകെ ഇട്ടുന്ന കാര്യത്തിലും കൃത്യത വരേണ്ടതുണ്ട്. ഇതിനെല്ലാം തന്നെ നിർണായകമാകുന്നത് ആ CCTV ദൃശ്യങ്ങളാണ്. അതാണ് നിലവിൽ പോലീസ് പരിശോധിക്കാനെത്തിയപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതുമായി ബന്ധപ്പെട്ട പോലീസ് ഫോറൻസിക് അന്വേഷണം ഉൾപ്പെടെ നിലവിൽ നടത്താനുള്ള ആലോചനയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടരുകയാണ്. പരാതി ലഭിച്ചാൽ കേസെടുക്കുമെന്നാണ് പോലീസിന്റെ നിലവിലെ നിലപാട്. പക്ഷേ KSRTC ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പരാതിയും പോലീസിൽ നൽകിയിട്ടില്ല. പക്ഷേ KSRTC CMD ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണത്തിലൂടെ കൃത്യത വരുമെന്ന് തന്നെയാണ് നിഗമനം. എന്തായാലും KSRTCക്കുള്ളിലെ ജീവനക്കാരോ മറ്റു പ്രധാനപ്പെട്ട ആളുകളോ അറിയാതെ ഈ മെമ്മറി കാർഡ് എടുത്തു മാറ്റുക എന്നത് സാധ്യമല്ല. കാരണം KSRTC ബസ്സിൻ്റെ സാങ്കേതികത്വം കൃത്യമായി മനസ്സിലാക്കണം, അതിനുള്ള സാഹചര്യം വേണം. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ വരെ ട്രിപ്പ് പോയി തിരിച്ചു വന്ന ഒരു ബസ്സാണിത്. അതുകൊണ്ട് തന്നെ ഈ ബസ്സുമായി ഈ ബസ്സിൻ്റെ സംവിധാനങ്ങൾ അറിയുന്ന ആക്സസബിളായ ഒരാൾക്ക് മാത്രമേ ഈ കൃത്യം ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിനുള്ളിലെ കോർപ്പറേഷനുള്ളിലെ ആളുകൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന സംശയം പോലീസിന് കൃത്യമായുണ്ട്. അതുകൊണ്ടാണ് അത് തെളിയിക്കാനാണ് പോലീസ് ശാസ്ത്രീയ പരിശോധന, ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തുന്നത്. KSRTCയുടെ അന്വേഷണത്തിലും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും. എന്തായാലും യദു ഈ വിഷയത്തിൽ പറയുന്നത് കൃത്യമായി ബോധപൂർവം തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയെന്ന ഗൗരവകരമായ ആരോപണമാണ്. എന്തായാലും ഇതിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിലൂടെ ഇതിലെ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടന്നോ എന്നുള്ള കാര്യം പുറത്തു വരും. കാരണം കഴിഞ്ഞ ദിവസം ചില CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അത് മേയർക്ക് വലിയ തിരിച്ചടിയായിരുന്നു. മേയറുടെ വാഹനം KSRTC ബസ്സിന് കുറുകെ ഇടുന്നതായി ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസ് ഈ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി എത്തുന്നത്. ഈ ഘട്ടത്തിലാണ് ഈ മെമ്മറി കാർഡ് തന്നെ കാണാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കണ്ടോൺമെന്റ് SHO തന്നെ ഇക്കാര്യം മാധ്യമങ്ങളോട് നേരിട്ട് പറയുകയുണ്ടായി. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. കാരണം വലിയ ദുരൂഹതയാണ് ഇത്രയും സംഭവം ഉണ്ടാകുമ്പോൾ. മേയറെ പോലെ ഒരു ഭരണകക്ഷി MLA-ക്കെതിരെ ഒക്കെ ആരോപണമുള്ള സംഭവത്തിലാണ് ഇതിൻ്റെ നിർണായകമായ ദൃശ്യങ്ങൾ KSRTCയുടെ ഔദ്യോഗിക സംവിധാനത്തിനുള്ളിൽ കിടക്കുന്ന ഘട്ടത്തിൽ, ഡിപ്പോയ്ക്കുള്ളിൽ കിടക്കുന്ന ഘട്ടത്തിൽ ഈ മെമ്മറി കാർഡ് നഷ്ടമാകുന്നത്. ഇതിൽ ഗൗരവകരമായി കാണണമെന്ന് തന്നെയാണ് ഗതാഗത മന്ത്രി CMDക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം യദുവിനെതിരായ അന്വേഷണവും KSRTCയിൽ തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാനാണ് ഗതാഗത മന്ത്രി നിർദ്ദേശിച്ചത്. ഇതിൻ്റെ ഭാഗമായി KSRTC നിരവധി CCTV ദൃശ്യങ്ങൾ, ഈ ബസ്സിൻ്റെ സഞ്ചാരപാത ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കേശവദാസപുരം മുതൽ പാളയം
സാഫല്യം കോംപ്ലക്സ് വരെയുള്ള ദൃശ്യങ്ങളാണ് KSRTC പോലീസിൻ്റെ സഹായത്തോടു കൂടി പരിശോധിക്കുന്നത്. ഇതിലൂടെ ഏതെങ്കിലും തരത്തിൽ ഈ KSRTC ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റുമോ എന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. ഇതിൻ്റെ തുടർച്ച എന്നോടും കൂടിയാണ് പോലീസ് ഇന്ന് KSRTC ബസ്സിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ എത്തിയത്. ഈ ഘട്ടത്തിലാണ് ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു എന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. ഗോകുൽ. ശരി, വിജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. മേയറുടെ വാദമാണോ അതല്ല ഡ്രൈവറായ യദുവിൻ്റെ വാദമാണോ ശരി എന്നത് വ്യക്തമാകാനുണ്ടായിരുന്ന ഏക തെളിവായിരുന്നു ആ ദൃശ്യങ്ങൾ. ഏതായാലും ആ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് CCTV ക്യാമറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. അത് ബോധപൂർവമായ ഒരു അട്ടിമറി എന്ന് തന്നെയാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. അങ്ങനെയെങ്കിൽ അത് ആരെ സഹായിക്കാൻ ആരെടുത്തു എന്നതാണ് ഇപ്പോഴത്തെ അന്വേഷണം. തുടർഘട്ടങ്ങളിൽ ആ നിലയിലേക്ക് കൂടി അന്വേഷണം പുരോഗമിക്കും. ഫോറൻസിക് വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം.